അടുത്ത നമ്മുടെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അജയ് സി പണിക്കർ സാർ അവരുടെ സാദരം ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ട്രയാങ്കിൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. കാരണം വളരെ ഇൻഫോർമേറ്റീവ്. നമ്മുടെ അനിൽകുമാർ സാറിൻ്റെ ക്ലാസ്സൊക്കെ ശരിക്കും ഓരോ പഞ്ചായത്തിലും തന്നെ നടത്തി കൊടുക്കേണ്ടതാണ്. കാരണം എന്താണ് ജനപ്രതിനിധികളെന്നും ജനപ്രതിനിധികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും പഠിക്കാതെയാണ് നമ്മളിൽ പലരും ജനപ്രതിനിധികളായി വരുന്നത്. ഇപ്പം സംവരണം കൂടി സ്ത്രീകൾക്ക് കമൽ ഭാഷ സാറിനോട് പറഞ്ഞ പോലെ സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ സന്നദ്ധരായവരെ മാത്രം പൊതുപ്രവർത്തനത്തിൽ ഇറക്കുന്ന ഒരു അവസ്ഥാവിശേഷം കൊണ്ടുവരണം. എവിടെന്നെങ്കിലും ഒരാളെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയാകുകയും അവരെങ്ങനെയൊക്കെയോ ആരൊക്കെയോ ശ്രമിച്ചിട്ട് ജയിച്ച് വാർഡ് മെമ്പറോ അല്ല കൗൺസിലറോ ഒക്കെ ആയി മാറുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിന്റെ പരാജയത്തിന് കാരണമാക്കുന്നത്. എന്താണ് ഗ്രാമസ്വരാജ് കൊണ്ട് ഉദ്ദേശിച്ചതെന്നും ആ ഗ്രാമസ്വരാജിലൂടെ എന്താണ് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെയും അവകാശങ്ങളെന്നും ഒരു ബോധ്യവും ഇല്ലാത്ത ഒരു ഭരണസമിതി അവിടെ ഭരണം നടത്തുമ്പോൾ ഏത് രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ ഓരോ പ്രദേശത്തും സാധ്യമാക്കി എടുക്കാവുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ് ഒരു കൗൺസിലറിൽ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറിൽ നിക്ഷേപിതമായിരിക്കുന്ന കർത്തവ്യങ്ങൾ എന്ന ശരിയായ ബോധ്യത്തിലൂടെയാവണം നമ്മൾ ആ തസ്തികയിലോട്ട് എത്തിച്ചേരാൻ. മാത്രമല്ല കുറച്ചൊക്കെ പൊതുപ്രവർത്തനത്തിലുള്ള ഒരു സന്നദ്ധത. അങ്ങനെയാണല്ലോ മറ്റുള്ളവർക്ക് ഒരു പൊതുവായ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് നമുക്ക് പകർന്നു തരുന്ന ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ പറയും, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. ആ ലഹരി ഒരിക്കലെങ്കിലും ആസ്വദിച്ചവർക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ത്വര നമ്മൾ അറിയാതെ നമ്മളിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ കൈക്കൂലിക്കാരായി മാറത്തില്ല. അപ്പൊ നമുക്കിത് ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന മെന്റൽ സാറ്റിസ്ഫാക്ഷൻ മാത്രം മതി അത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ട് മാറാൻ. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ളവരെ ഇതുപോലുള്ള തസ്തികകളിലേക്ക് പരിഗണിച്ചാൽ, ഈ സ്ഥാനാർത്ഥികളാകാൻ പരിഗണിച്ചാൽ അത് തന്നെ ആ പ്രദേശത്തിന് അല്ലെ ആ പ്രദേശത്തിന്റെ ആകെ വികസനത്തിന് ഉപകരിക്കും എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തി എന്നതേ ഉള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു, എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് എങ്ങനെ ഇലക്ഷന് ഒരുങ്ങാം. എനിക്ക് തോന്നുന്നത് എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഒരുക്കമായിരിക്കത്തില്ല. ജനപ്രതിനിധിയാകാൻ എങ്ങനെ മനസ്സുകൊണ്ട് ഒരുങ്ങാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു ജനപ്രതിനിധിയായി മാറുക, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന ആ ഒരു കാലഘട്ടം തൊട്ടാണ് ഇത്രയധികം നമുക്ക് 1957 ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ച് തുടങ്ങുകയാണെങ്കിൽ 69 ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു ഇലക്ഷൻ നടന്നിരുന്നു. അതിനുശേഷം 79 പിന്നീട് 87 ഒക്കെ ഇലക്ഷൻ നടന്നെങ്കിലും അതൊക്കെ ഒരു കമ്മിറ്റിയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ അധികാരങ്ങളും അവകാശങ്ങളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1994 ശേഷമാണ് ഒരു പ്രദേശത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഗ്രാമതലത്തിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ തൊട്ട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനുകളും വഴി വേണം നടപ്പിലാക്കാൻ എന്ന വലിയൊരു വ്യക്തമായ ചിത്രം സാധാരണക്കാരന്റെ മനസ്സിലേക്ക് പകർന്നു കിട്ടിയത്. നമുക്കറിയാം, അതിനു മുമ്പ് ക്യാബിനറ്റ് തീരുമാനമെടുക്കും, ലെജിസ്ലേച്ചർ അംഗീകാരം കൊടുക്കും, അതിനുശേഷം ബ്യൂറോക്രസി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഓരോ ഗ്രാമത്തിലും എന്തൊക്കെയാണ് വികസനങ്ങൾ വേണ്ടത് അത് നമ്മൾ തന്നെയാണ്. ഇവിടെ നമ്മുടെ അനിൽകുമാർ സാറോട് പറഞ്ഞു, നമ്മളാണ് അതിന്റെ അധികാരികൾ, നമ്മളാണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനങ്ങൾ വേണം ജനപ്രതിനിധികൾ നമുക്ക് നടപ്പിലാക്കി തരാൻ. അതാണ് സാർ പറഞ്ഞ ഗ്രാമസഭകൾ. ആ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും വേണം നമ്മുടെ വാർഡിന്റെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന്റെ ആവശ്യം ഉന്നയിക്കപ്പെടാൻ, ആ ആവശ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ, ആ ആവശ്യത്തിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ആവശ്യം അധികാരികളുടെ കൈകളിലേക്ക് എത്തിക്കാൻ. അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും നമുക്ക് പാസ്സായി കിട്ടേണ്ടത്. ആ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കി എടുക്കുവാൻ
അഭിമുഖീകരിക്കുന്ന കമ്മിറ്റികളാണ് ഇവിടെ മുമ്പേ പറഞ്ഞ ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെല്ലാം. ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഇടപെടലോടുകൂടി വികസന പ്രവർത്തനങ്ങൾ കൃത്യമായ നിലയിൽ നടപ്പിലാക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഒക്കെ ശരിയായ വികസന പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ഇപ്പൊ ഒരു പ്രദേശത്തിന്റെ വികസനം നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലാണെങ്കിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അവിടുത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയിൽ വരുന്ന റോഡുകളുടെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് ഇടപെടാൻ പറ്റുന്ന അവസ്ഥാവിശേഷമുണ്ട്. ആ അവസ്ഥാവിശേഷത്തോടു കൂടി തന്നെ നമ്മൾ ഇടപെട്ട് ആ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ സംഘടിപ്പിച്ച് അതിനെ പൂർണ്ണതയിൽ എത്തിക്കുമ്പോഴാണ് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പൂർണ്ണ വിജയമായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. ഇപ്പൊ വാർഡ് സഭകൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് വാർഡ് സഭയ്ക്ക് വിളിച്ചാൽ വരുന്നവരെത്ര? വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. എന്താണ് വാർഡ് സഭകൾ എന്ന് പറയുന്ന ബോധ്യക്കുറവാണ് ഈ വാർഡ് സഭകളിലും അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റികളിലും ഒക്കെ പങ്കെടുക്കുവാൻ, ഗ്രാമസഭകളിലും ഒക്കെ പങ്കെടുക്കുവാൻ ആളുകൾ കാണിക്കുന്ന വിമുഖത. അത് ഞാൻ അവിടെ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്കത് പറയാനുള്ള വോയിസ് ഉണ്ടോ എന്നുള്ള ബോധ്യം സാധാരണക്കാരായ നമ്മുടെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമസഭയുടെ ഒരു നോട്ടീസ് അല്ലെ വാർഡ് സഭയുടെ ഒരു നോട്ടീസ് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടന്നാൽ അതൊന്ന് എടുത്തു വെച്ച് വായിച്ചതിന് ശേഷം ഉപേക്ഷിക്കുകയാണ്. അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടായിട്ടാണ് എന്നെ വിളിച്ചത് എന്ന ബോധ്യത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളാണ് ഇതിനകത്തെ അധികാരികൾ, നിങ്ങളാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്, നിങ്ങളുടെ തീരുമാനമാണ് മുഖവിലേക്ക് എടുക്കുന്നത് എന്ന രീതിയിൽ ജനങ്ങളിൽ ആദ്യത്തെ ബോധ്യം ഉണ്ടാക്കണം. ഇപ്പൊ ഈ വർത്തമാനകാല സാഹചര്യത്തിലെ പുതിയ ജനറേഷന്റെ ഒരു ടെൻഡൻസി വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ ഒന്നും അവർക്ക് ഒരു താല്പര്യവുമില്ല. ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മത്സരിക്കേണ്ട വാർഡ് ഇപ്പൊ ഏതെങ്കിലും ആകട്ടെ, അതൊക്കെ പിന്നീട് രാഷ്ട്രീയ പാർട്ടിക്കാരായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷെ ആ പ്രദേശത്തെ ആകെ ജനങ്ങളുടെ പേര്, 18 വയസ്സ് പൂർത്തിയായ ആളുകളുടെ ഓരോരുത്തരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കണം. ഇതിനുവേണ്ടി സർക്കാർ നിയമിച്ച BLOമാരൊക്കെ ഉണ്ട്. പക്ഷെ BLOമാർ എവിടെങ്കിലും ഏതെങ്കിലും വീടുകളിൽ വന്നു കയറി വോട്ട് ചേർക്കുന്നത് കാണുന്നത് വളരെ അപൂർവമാണ്. പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കും, എങ്കിലും മെജോറിറ്റി ആയിട്ടുള്ള BLOമാർ, ആശാവർക്കർമാരെയും അംഗനവാടി ടീച്ചർമാരെയും ഒക്കെയാണ് BLOമാരായിട്ട് നിയമിക്കുന്നത്. അവർക്ക് അതിലേറെ കൂടുതൽ വർക്ക് അവരുടേതായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകൾ കയറിയിറങ്ങാനും ആ വീടുകളിലെ വോട്ടുകൾ ചേർക്കാനും ഒക്കെ അവര് നിസ്സംഗരാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ള നമുക്ക് അവരെ സഹായിച്ചു കൊടുക്കാൻ പറ്റും. കുറെയൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളുടേതായ ഇടപെടലുകൾ നടത്തി അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം വോട്ടർ പട്ടികയിൽ പേര് വന്നെങ്കിൽ മാത്രമല്ലേ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും ഞാനും കൂടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ വിജയിച്ചു പോയത് എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് 18 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന ബോധ്യം നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണർത്തിവിടുവാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, ഏത് രീതിയിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എളുപ്പമാണ്. നമുക്കിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയൊക്കെ കെസ്മാർട്ട് പോലുള്ള ഒരുപാട് വെബ്സൈറ്റുകളിലൂടെ നമുക്ക് സർക്കാർ സേവനങ്ങൾ ഇങ്ങോട്ട് ലഭ്യമാക്കുന്നത് പോലെ തന്നെ ഓൺലൈനിലൂടെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും സാവകാശമുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ അറിവ് പോരാ എന്നുണ്ടെങ്കിൽ ഒരു അക്ഷയ കേന്ദ്രത്തിനെ സമീപിക്കാം. ഇതിനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോം ഉണ്ട്. ഫോം 6 എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്തുകൊണ്ട് വേണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ. അതിന് നമ്മുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ്, റേഷൻ കാർഡും ഒക്കെ ആയിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അതിന്ന് ഒരു ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് ആ പ്രിന്റ് ഔട്ട് എടുത്ത ഫോമുമായിട്ട് മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ചെന്നാൽ അവിടെ അതിൻ്റെതായ ഓഫീസർമാരുണ്ട്. കാരണം നമ്മൾ ആ പ്രദേശത്ത് ജീവിക്കുന്നവരാണ് എന്നുള്ളതിന് ഒരു തെളിവ് വേണം. ആ ജീവിക്കുന്നവരാണ് എന്നുള്ളതിന്റെ തെളിവാണ് റേഷൻ കാർഡിലുള്ള നമ്മുടെ പേര്. നമ്മളൊരു ഇന്ത്യൻ പൗരനാണെന്നുള്ളതിന് ഒരു പ്രൂഫ് വേണം. അതിന്റെ എവിഡൻസ് ആണ് ആധാർ കാർഡ്.
ആധാർ കാർഡും റേഷൻ കാർഡും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് ചേർക്കാം. ഇനി വാടകയ്ക്ക് താമസിക്കുന്നവർക്കും പേര് ചേർക്കാം. 6 മാസമായി ഒരു പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റേഷൻ കാർഡിന് പകരം കരാർ വാടക ചീട്ടിന്റെ കോപ്പി അവർക്ക് ഹാജരാക്കാം. 6 മാസമായിട്ട് ഞാനൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ വാർഡിൽ, ഞാൻ താമസിക്കുന്ന വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ അവകാശമുണ്ട്. അത് വളരെ സ്മൂത്ത് ആയിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നഗരസഭയിലെയും അല്ലെങ്കിൽ പഞ്ചായത്തിലെയും ഓഫീസർമാർ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരും. ഇനി നമ്മുടെ വോട്ടർ പട്ടികയിലെ പേര് നമുക്കറിയാം. വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നൂലാമാലകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനകത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകളുടെ പേര് ഏതൊക്കെയാണ്? ഒരു വാർഡിന്റെ വോട്ടർ പട്ടിക വന്നു കഴിയുമ്പോൾ ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത, ആ പ്രദേശത്തുനിന്ന് താമസം മാറിപ്പോയ ആളുകളുടെ പേര് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കണം. അപ്പൊ വോട്ടർ പട്ടികയെ കറക്റ്റാക്കി മാറ്റുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വിജയിക്കാനുള്ള ആദ്യത്തെ പടിയാണ്. അപ്പം പുതിയതായിട്ട് 18 വയസ്സ് പൂർത്തിയായ ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളുടെ പേരുകളും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക തന്നെ വേണം. മരിച്ചുപോയവര്, അതുപോലെ തന്നെ താമസം മാറിപ്പോയവര്, കാലങ്ങളായി മക്കളുടെ കൂടെ വിദേശത്ത് പോയവര്, ഈ നാട്ടിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് ഉറപ്പുള്ളവര്, അത്തരക്കാരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുക തന്നെ വേണം. ഒരു പരിധി വരെ കള്ളവോട്ടിനെ തടയാൻ അത് സഹായകരമാകും. അങ്ങനെ മാറ്റം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോം 7 എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് ആരുടെയാണോ പേര് വെട്ടിക്കളയേണ്ടത് അത് കൊടുക്കാൻ ഒരു വ്യക്തി വേണം. ആ വ്യക്തി ആ വാർഡിൽ താമസിക്കുന്നയാളായിരിക്കണം. ആ താമസിക്കുന്ന ആളിന്റെ സിഗ്നേച്ചറോട് കൂടി ആ ഫോം നമ്മൾ മുനിസിപ്പാലിറ്റിയിലെ ഹാർഡ് കോപ്പിയും കൂടെ, അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഹാർഡ് കോപ്പിയും കൂടെ സബ്മിറ്റ് ചെയ്യണം. ആ ഹാർഡ് കോപ്പി വെരിഫൈ ചെയ്തതിന് ശേഷം അവര് ഈ സ്ഥലം വിസിറ്റ് ചെയ്യും. പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാര് ആ സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് ഈ ആള് അവിടെ താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ആദ്യത്തെ ഒരു വോട്ടർ പട്ടികയും രണ്ടാമത് അഡീഷനോട് കൂടിയിട്ടുള്ള കരട് വോട്ടർ പട്ടികയും ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 ഘട്ടങ്ങളിലായിട്ട് വോട്ടർ പട്ടിക നിലവിൽ വന്നിട്ടുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ ഇനി വോട്ട് ചേർക്കാൻ ഒരു സമയം കൂടി നമ്മുടെ മുമ്പിൽ വരും എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ നമ്മളെ അറിയിച്ചിരിക്കുന്ന കാര്യം. ആ സമയത്ത് ഇനിയും ആരുടെയെങ്കിലും വോട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാനാണെങ്കിലും വെട്ടാനാണെങ്കിലും ഒരവസരം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് എമർജൻസിയിൽ തയ്യാറാക്കുന്നതാണല്ലോ വോട്ടർ പട്ടികയെല്ലാം. അപ്പൊ ഒരു വാർഡിലാണ്, ഞാൻ താമസിക്കുന്ന വാർഡിലല്ല എന്റെ വോട്ട് കിടക്കുന്നത്, അതിന്റെ അടുത്ത വാർഡിലാണെങ്കിൽ എന്റെ വോട്ട് ആ വാർഡിൽ നിന്ന് എനിക്ക് ഈ വാർഡിലോട്ട് മാറ്റിക്കൊണ്ടുവരാൻ ഒരു അവസരമുണ്ട്. അതിനാണ് ഫോം നമ്പർ 8 നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് നമ്മുടെ വോട്ട് മാറ്റിക്കൊണ്ടുവരാനായിട്ട് ഫോം നമ്പർ 8 നമ്മൾ അപേക്ഷിക്കണം. അത് ഓൺലൈനിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നഗരസഭയിലോ പഞ്ചായത്തിലോ ഏൽപ്പിക്കുക. അതിനുശേഷം അവർ ഹിയറിംഗിന് വിളിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഹിയറിംഗിന് വിളിക്കുമ്പോൾ ചെന്നില്ല എങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പറ്റില്ല, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും പറ്റില്ല, ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലോട്ട് നമ്മുടെ പേര് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരുപാട് പേര് വിദേശത്തും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് വീഡിയോ കോളിലൂടെ ഇത് ചെയ്യാനൊരു അവസരമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ ഇതൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പോകുന്നുമുണ്ട്. നമുക്ക് വീഡിയോ കോളിലൂടെ ആ തെരഞ്ഞെടുപ്പുമായിട്ട് ചുമതലയുള്ള ഓഫീസറുമായിട്ട് വീഡിയോ കോളിൽ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, വോട്ടർ പട്ടികയിൽ 18 വയസ്സ് നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ ഒരു ജനറേഷനെ പറ്റി അല്ല, യങ്ങർ ജനറേഷനെ സംബന്ധിച്ച് പേര് വോട്ടർ പട്ടികയിൽ ചേർക്കണ്ട എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട്. അവരെയൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി രാഷ്ട്രീയ ബോധ്യങ്ങൾ, രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിച്ചത്,
രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്തും രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഏതൊരു ബോഡിയിലും എനിക്ക് ഇടപെട്ട് പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ഈ നാട്ടിലെ ഒരു പൗരനായി അംഗീകരിക്കപ്പെടണം, എന്റെ പേരും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം എന്ന ബോധ്യം ചെറുപ്പക്കാരുടെ മനസ്സിൽ ഉൾപ്പെടെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അത് സർക്കാർ നിയമിച്ച BLOമാർ മാത്രം ചെയ്യും എന്ന് കരുതിയിരിക്കാതെ നമ്മുടേതായ ഇടപെടലുകൾ ഏതെല്ലാം മേഖലകളിൽ നടത്താൻ പറ്റുമോ ആ മേഖലകളിലൊക്കെ നടത്താൻ നമുക്ക് സാധിക്കണം. പക്ഷെ ഒരു കാര്യം മാത്രമാണ്, അതിനകത്ത് പൊതുപ്രവർത്തനത്തിലുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി ഈ വന്നിരിക്കുന്നവരെല്ലാം എനിക്ക് തോന്നുന്നു ആ പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ്. കാരണം നിങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടി നിയോഗിച്ചതല്ല ഇങ്ങോട്ട്, നിങ്ങളെ നിർബന്ധിച്ച് ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ആരും വിട്ടവരുമല്ല. സ്വമേധയ സ്വന്തം മനസ്സാലെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ തൊട്ട് അതിന്റെ ലീഗൽ സൈഡ് തൊട്ട് എല്ലാ വശങ്ങളിലും പൊതുജനങ്ങളുടെ ഇടയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുവാൻ ഏതെല്ലാം തരത്തിലുള്ള അറിവുകളാണോ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ആ അറിവുകളെ കൃത്യമായി ഉപയോഗിക്കണം എന്ന ബോധ്യത്തോടു കൂടി എത്തിയവരാണ്. ഇത്തരത്തിൽ എത്തുന്നവരാണ് ശരിയായ ജനപ്രതിനിധികളായി മാറേണ്ടവരും. അവരിലൂടെയാണ് ഈ രാഷ്ട്രത്തിന്റെ പ്രതീക്ഷ മുഴുവനും. ഒരു കാര്യം നമ്മൾ ഓർത്തോടുക, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുപാട് നമ്മൾ വിചാരിക്കും MP-യും MLA-യും പോലെ കൊടിവെച്ച കാറോ ഒന്നുമില്ലെങ്കിലും അടിസ്ഥാന വർഗം എന്ന് പറയുന്നത്, ബേസിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത് എപ്പോഴും പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും മുനിസിപ്പൽ കോർപ്പറേഷനിലും ഒക്കെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകൾ വേണം ഈ ബോധ്യം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ. അത്തരത്തിൽ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ എങ്ങനെ വേണം ഞാനും ഈ നാട്ടിലെ ഒരു പൗരനാണെങ്കിൽ എനിക്കും ഒരു വോട്ട് ചെയ്യണം എന്ന ബോധ്യം നമുക്ക് വരേണ്ടത്. അങ്ങനെ വന്ന് നമ്മൾ ഹിയറിംഗിന് ഹാജരായി നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലായി അതിന്റെ അവസാന വട്ടമായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം വരും. 2 വട്ടം അവസരം തന്നു, അത് 2ഉം കഴിഞ്ഞു, ഇനി 3ാമത്തെ അവസരമാണ്. ഈ അവസരം കൂടി പ്രയോജനപ്പെടുത്തി നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പേര്, ഈ 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ ആളുകളുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയോ ഇല്ലയോ എന്ന് വ്യക്തമായി പരിശോധന നടത്തുവാനുള്ള ഉത്തരവാദിത്വം സാമൂഹ്യ പ്രവർത്തന ത്വരയോടുകൂടി വന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് വേണ്ട എല്ലാവിധ കറക്ഷനും വരുത്താൻ, അത് നമുക്കതിനകത്ത് ഇപ്പൊ വോട്ടർമാർ റിപ്പീറ്റ് ചെയ്യുന്ന വോട്ടുകൾ വരും വോട്ടേഴ്സ് ലിസ്റ്റിൽ. ആ റിപ്പീറ്റ് ചെയ്യുന്ന വോട്ടുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരത്തിലുള്ള വോട്ടുകൾ റിമൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വഹിക്കേണ്ട പങ്ക് വളരെ വലുതാണ്. അത് BLOയോ സർക്കാർ നിയമിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അവരല്ലേ അത് ചെയ്യേണ്ടത് എന്ന് കരുതിയിരിക്കുന്നതിന് പകരം അത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ എടുത്താൽ നമ്മുടെ പ്രദേശത്ത് എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടാകുന്ന ഒരവസ്ഥ വരും. അത് വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ഉൾപ്പെടെ 6 മാസത്തിന് കൂടുതലായി ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് വോട്ട് കാണും. പിന്നെ ഞാൻ എൻ്റെ നാട്ടിലെ വോട്ടർ പട്ടികയിലുണ്ട്, അപ്പൊ ഇവിടുത്തെ വോട്ടർ പട്ടികയിലും കൂടെ വരുമ്പം അത് ആവർത്തനമല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് വോട്ട് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള നിലയിലേക്ക് പോയാൽ 2 സ്ഥലത്തും നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിലും അതിനകത്ത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. സാധാരണഗതിയിൽ നിങ്ങൾ അവിടെ കാലങ്ങളായി താമസമില്ലെങ്കിൽ ആ പ്രദേശത്തുള്ള BLOമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ജനപ്രതിനിധികളോ ഒക്കെ ഇടപെട്ട് അവിടെയുള്ള നിങ്ങളുടെ വോട്ട് വെട്ടിയിരിക്കും. അപ്പൊ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വോട്ട് ചേർക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകാതെ കൃത്യതയോടുകൂടി ചെയ്യുക. ഫോം 6, 7, 8 എന്ന് പറയുന്ന 3 ഫോമുകളാണ്. ഒന്ന് വോട്ട് ചേർക്കാൻ, ഒന്ന് വോട്ട് വെട്ടാൻ അല്ലെങ്കിൽ വോട്ട് ഒഴിവാക്കാൻ, മൂന്നാമത്തേത് വോട്ട് മാറ്റാൻ, ഒരു വാർഡിൽ നിന്ന് വേറൊരു വാർഡിലേക്ക് വോട്ട് മാറ്റാൻ. ഇത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഏറ്റവും ഒരു കരട് രൂപം അല്ലെങ്കിൽ കൃത്യമായ ഒരു രൂപം നമ്മുടെ മുമ്പിൽ വരും. പിന്നെ ഇനി ജനപ്രതിനിധികളായി നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ഒരു കാര്യം നമ്മൾ ഓർത്തോളുക, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി നിങ്ങൾ ഇലക്ഷന് മത്സരിച്ചാലും ആ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഒക്കെ ഉപരിയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു സ്വാധീനമുണ്ടാകും.
ഓരോ വ്യക്തികളെയും നമ്മൾ ഇപ്പോൾ ഒരു MLA ആയിട്ടോ ഒരു MP ആയിട്ടോ ഒരാൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ കുറച്ചൊക്കെ രാഷ്ട്രീയ പ്രേരിതമാകും നമ്മൾ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലറെയോ ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു പൊതുപ്രവർത്തന ആഗ്രഹമുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ, ഞങ്ങളൊരു ആവശ്യം ചെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഇടപെട്ട് നമുക്ക് ചെയ്തു തരുന്ന ആളാണോ, ഇതുപോലെ നമ്മൾ മുമ്പേ ഇവിടെ പറഞ്ഞ പോലെ റെസിഡൻസ് അസോസിയേഷനുകളോ ഒക്കെയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രേരിതമായ വോട്ടിംഗ് സമ്പ്രദായം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഒരു കാര്യം, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ആണെങ്കിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുക. അവരുടെ ആവശ്യങ്ങൾ അവർ വന്ന് പറയുന്ന സമയത്ത് അതിന് പ്രൈം ഇമ്പോർട്ടൻസ്, അതായത് എന്റെ ആവശ്യങ്ങളെക്കാൾ എനിക്ക് പ്രധാനം അവരുടെ ആവശ്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും അത് പൂർത്തീകരിക്കാൻ എന്താണ് വഴി, നമ്മളെ കൊണ്ട് പറ്റുന്ന വഴി, അത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം പല കൗൺസിലർമാരും വാർഡ് മെമ്പർമാരും ഒന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പോ നിങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ ജീവിതവുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ ആ ജീവിതത്തിന്റെ സുഖം ഒരു വേറെ തന്നെയാണ്. ആ ജീവിതത്തിന്റെ സുഖം തെരഞ്ഞെടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ ആ വഴികളിലേക്ക് പോകും. അത്തരം ആളുകളെ വേണം ഇതുപോലുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും എന്താണോ വഴി, ആ വഴി അവർക്ക് കണ്ടെത്തി കൊടുക്കുക. അതിന് ചിലപ്പോൾ പല സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരും, പല ആളുകളെ മേൽത്തട്ടിലുള്ള അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിന്റെ മേൽത്തട്ടിലുള്ള പല ആളുകളെയും പോയി കാണേണ്ടി വരും. അത്തരത്തിലുള്ള ആളുകളെ കണ്ട് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ മുൻകൈ എടുക്കുന്ന ഒരാളായി നിങ്ങൾ മാറണം. നമുക്കറിയാം, സാധാരണക്കാരായ നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കിട്ടിയില്ല, ഭർത്താവ് മരിച്ചുപോയി പക്ഷെ അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, വിധവാ പെൻഷൻ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ട്. ആ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാൻ അവർക്കൊരു കരുത്തായി മാറണം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന രീതിയിൽ അവർക്കൊരു കരുത്തായി മാറിക്കൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്കായാൽ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയാവണ്ട, സ്വതന്ത്രനായി തന്നെ മത്സരിച്ചോളൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ആ ഒരു ബോധ്യം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. ഇനി അതില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി എവിടെന്നെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ടുവരിക, ആ വ്യക്തി ഇപ്പൊ അറിയാലോ, സംവരണമൊക്കെ ഉള്ളപ്പം പലയിടത്തും മത്സരിക്കാൻ ആളുകൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മളിപ്പോ കുടുംബശ്രീയിലോ അല്ലെങ്കിൽ പല പല ഇതുണ്ടല്ലോ, ജനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഘടകത്തിൽ പോയി ഒരു വ്യക്തിയെ പിടിച്ചോണ്ട് വന്ന് അവരെയൊക്കെ തെരഞ്ഞെടുപ്പിന് നിർത്തും. എന്താണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെന്നും എന്താണ് തന്റെ പ്രദേശത്തിന്റെ വികസന സാധ്യതകളെന്നും യാതൊരുവിധ ബോധ്യങ്ങളുമില്ലാത്ത അത്തരക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൂടെ നമ്മുടെ പ്രദേശത്തിന്റെ വികസനം മുരടിപ്പാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊന്ന് എടുത്തു വെച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം. ഇപ്പൊ സാറ് പറഞ്ഞു തന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു MLAക്ക് പറയാം ഞാൻ പ്രതിപക്ഷത്തായിരിക്കുന്നതെന്ന്, ഒരു MP പറയാം ഞാൻ പ്രതിപക്ഷത്തായിരിക്കുന്നതെന്ന്. പക്ഷേ ഒരു വാർഡിന്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ, ഒരു മുനിസിപ്പാലിറ്റിയുടെ, ഒരു മുനിസിപ്പൽ കോർപ്പറേഷന്റെ വികസനത്തിലാകെ ഒരു വാർഡ് മെമ്പർക്ക് അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലർക്കുള്ള പങ്കെന്താണ് എന്നുള്ളതിന്റെ ശരിയായ ബോധ്യം നമുക്കുണ്ട്. ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഴി താൻ ഉന്നയിക്കുന്ന തന്റെ പ്രദേശത്തിന്റെ ആവശ്യം, തന്റെ പ്രദേശത്തിന്റെ വികസനത്തിന്റെ ആവശ്യം, തന്റെ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യം ഒക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് കൊണ്ടുവരുവാനും അതവിടെ പാസാക്കി എടുക്കുവാനും ഭരണസമിതിയിൽ അതിന് അനുമതി മേടിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ പൊതുപ്രവർത്തനത്തിലുള്ള താല്പര്യം തന്നെയാണ് ആദ്യമായി വേണ്ടത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും ഏതൊരു തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് പൂർണ്ണ വിജയത്തിലെത്താൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ജനപ്രതിനിധി
ജനപ്രതിനിധികളെയാണ് ഈ നാടിന് ആവശ്യം. അതായിരുന്നു മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ്യം. വികസനം ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണം എന്ന ആശയം ഗാന്ധിജി മുമ്പോട്ട് വെച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെ പഞ്ചായത്ത് രാജും നഗരവികസന നിയമങ്ങളും ഒക്കെയായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയത്. അങ്ങനെ 1994 ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് വികസനങ്ങൾ വളർന്നു വരുവാൻ തുടങ്ങിയത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തുള്ള പബ്ലിക് സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ, നമ്മുടെ പ്രദേശത്തുള്ള ഹെൽത്ത് സെന്ററുകൾ, ഇതിനൊക്കെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നമുക്ക് അറിയാവുന്നതാണ്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഈ ആശുപത്രികളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഇവിടെ ഡോക്ടർമാരില്ലെങ്കിൽ, പണ്ടൊക്കെ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ നമുക്കത് അറിയിക്കാൻ ഒരു വേദിയില്ലായിരുന്നു. നമ്മളുടെ ഹെൽത്ത് സെന്ററിൽ ഡോക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഇന്റിമേറ്റ് ചെയ്യാം. പഞ്ചായത്ത് കമ്മിറ്റികളുണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റികളുണ്ട്. അവരെ ഇന്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഡോക്ടറുടെ സേവനം കിട്ടും. മാത്രമല്ല, ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള ആശുപത്രികളായിട്ടും ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ടും സർക്കാർ സംവിധാനങ്ങൾ മാറുന്നത് അതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ പ്രദേശത്തുള്ള സർക്കാർ സ്കൂളുകളെ ഒന്ന് നോക്കിയേ. അവിടെയുള്ള CBSE സ്കൂളുകളിലും ICSE സ്കൂളുകളിലും ഒക്കെ കുട്ടികളെ വിടാൻ നമുക്ക് മടിയാണ്. കാരണം അത്രയധികം സംവിധാനങ്ങളുള്ള സർക്കാർ സ്കൂളുകളുണ്ട്. ഈ സർക്കാർ സ്കൂളുകളുടെ ആകെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകളിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണം ഈ സ്കൂളുകൾക്കും ഈ ആശുപത്രികൾക്കും ഒക്കെ എന്ത് അടിസ്ഥാന സൗകര്യ വികസനമാണ് എന്നുള്ളത് മുകളിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നമ്മുടെ പ്രദേശത്തിന്റെ ആകെ വികസന സ്വപ്നം പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള ജനപ്രതിനിധികളായി വളരുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിലും പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ ഔദ്യോഗിക തലത്തിലുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് തീരുമാനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഇവിടുന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുക, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, ജനങ്ങളിൽ ഒരാളായി മാറുക, നമ്മുടെ മനസ്സിൽ ഒരു പൊതുപ്രവർത്തനത്തിന്റെ മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തിയെടുക്കുക. ഇത് ഇത്രയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു ഉപാധികളും ഇല്ലാതെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ സർവാത്മനായി യോഗ്യനായിരിക്കും. ഇത്തരത്തിലൊരു പഠന ക്ലാസ്സുമായി ട്രയാങ്കിൾ ഈ എറണാകുളം ജില്ലയിൽ തന്നെ സംഘടിപ്പിച്ചത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. എനിക്ക് ഒരു റിക്വസ്റ്റ് പോലെ തന്നെ പറയാനുണ്ട്. ഇത് ഓരോ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളില്ലാതെ മുമ്പോട്ട് പോകുവാൻ ഇത് ഉപകരിക്കും. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പൊ കില പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലാസുകൾ നടത്തുന്നുണ്ട്. കിലയിലെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്ന ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികളാകാൻ താല്പര്യമുള്ള പൊതുപ്രവർത്തകർക്ക് വേണ്ടി കില പോലും ക്ലാസുകൾ നടത്തുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഇതുപോലുള്ള ട്രയാങ്കിൾ പോലുള്ള ഓർഗനൈസേഷൻസ് എടുത്ത് നടത്തുവാണെങ്കിൽ അത് കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.